അടുത്തത് നമുക്കുള്ളത് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിൻറ്റ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. നമ്മൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു. അതിൻ്റെ മൊമെൻ്റ് എന്താണെന്ന് പഠിച്ചു. ഡൈപോൾ കാരണം ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെ ഒരു ബിന്ദുവിലും ഇക്വിറ്റോറിയൽ ലൈനിലെ ഒരു പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് എന്നൊക്കെ പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡൈപോളിൻ്റെ കാരണം അതിൻ്റെ ആക്സിയൽ ലൈനിലെ ഒരു ബിന്ദുവിൽ ഇക്വിറ്റോറിയൽ ലൈനിലെ ഒരു ബിന്ദുവിൽ രണ്ടുകൂടെ നമ്മൾ ഒരുമിച്ചാണ് ഡിറൈവ് ചെയ്യുന്നത്. ഒരു ഇക്വേഷനിൽ നിന്നാണ് കണ്ടീഷൻസ് കൊടുത്തിട്ട് അതിലേക്ക് എത്തിച്ചേരുകയാണ്. പൊട്ടൻഷ്യൽ എത്രയാണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ എന്തായിരുന്നു ഇലക്ട്രിക് ഡൈപോൾ? ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ വെക്റ്റർ ഡിസ്റ്റൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇലക്ട്രിക് ഡൈപോൾ. മാഗ്നിറ്റ്യൂഡ് തുല്യം, ചിഹ്നത്തിൽ വ്യത്യസ്തം, അങ്ങനെയുള്ള രണ്ട് ചാർജുകളെ വളരെ ചെറിയൊരു അകലത്തിൽ വെച്ചാൽ അതെന്തിന് തുല്യമായി? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻ്റ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജസ്. ചാർജുകളിൽ ഒന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, അതിനെ അവർക്കിടയിലുള്ള ദൂരം കൊണ്ട് ഗുണിക്കുക. പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ചാർജ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ഇതാണ് എന്തൊരു ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു ഇലക്ട്രിക് ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അതിനായിട്ട് ഒരു ഡൈപോൾ എടുക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്തത് തന്നെയാണ്. എ ബി ഇസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ചാർജ് ക്യൂ, ലെങ്ത് 2a ആൻഡ് മൊമെൻറ്റ് P സമം Q ഇൻറ്റു 2a. 2a ആണ് ഇതിൻ്റെ നീളം. O ഈസ് ദ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും നീളം എ വരും, ഇത്രയും നീളം എന്ത് വരും? എ വരും. എ. ഞാൻ ഒരു പോയിന്റ് എടുക്കുകയാണ് സി. സി ഈസ് എ പോയിന്റ് ടേക്കൺ അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ഒ. ഒയിൽ നിന്ന് ആർ അകലത്തിലുള്ളൊരു പോയിൻ്റാണ് സി. ഈ ഒ സി എന്ന ഈ ലൈൻ നമ്മുടെ ഡൈപോൾ ആക്സിസുമായിട്ട് തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നു. തീറ്റ ആംഗിളിൽ ചരിഞ്ഞു കിടക്കുകയാണ് സി എന്ന് പറയുന്ന പോയിന്റ്. ഇനി ഞാൻ ഈ ബി സി ഒന്ന് ഫില്ല് ചെയ്യുകയാണ്, കംപ്ലീറ്റ് ചെയ്യുകയാണ്. ബി സി അതുപോലെ എയിൽ നിന്ന് സിയിലേക്ക്. ഇത് ആറാണ്. ഈ ദൂരത്തിന് ഞാൻ R1 എന്നും ഈ ദൂരത്തിന് R2 എന്നും കൊടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഒ സിയിലേക്ക് വരയ്ക്കാൻ പോവാണ്. ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഒ സിയിലേക്ക് വരച്ചു. ബി ഡി എന്ന ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇപ്പോഴുള്ള പ്രത്യേകത എന്താ? ബി സി എന്ന് പറയുന്ന ദൂരവും ഡി സി എന്ന് പറയുന്ന ദൂരവും ഈ രണ്ട് ദൂരങ്ങൾ എന്താണ്? തുല്യമാണ്. അപ്പം ഈ സൈഡിൻ്റെ ദൂരം കിട്ടാൻ മൊത്തം 6 ആണ്. ഈ 6ൽ നിന്ന് ഈ ദൂരം കുറച്ചാൽ ഏതിൻ്റെ ദൂരം കിട്ടും? ബി സി എന്ന വശം കിട്ടും. നമ്മൾ R1ഉം R2ഉം ഈ 6ൻ്റെ പേരിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ R2 എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് R1 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ സൈഡ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. AE പെർപെൻഡിക്കുലർ വരച്ചു. ഇപ്പോഴെന്താണ്? AC എന്ന വശവും EC എന്ന സൈഡും ഇത് രണ്ടും എന്താണ്? തുല്യമാണ്.
അപ്പോൾ O മുതൽ C വരെയുള്ള അകലം നമുക്ക് 6 എന്നറിയാമെങ്കിൽ അതിൻ്റെ കൂടി ഇതൂടെ കൂട്ടിയാൽ എന്തായി? R1 ആയി. നമുക്ക് R1നെ എങ്ങനെ എഴുതാം? R1 = R പ്ലസ് ഈ ദൂരം OE എന്ന ദൂരം. അതേപോലെ തന്നെ എന്താണ്ടേ ഈ വശം നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ്? R2 കണ്ടുപിടിക്കാം. ഇവിടുന്ന് ഇവിടം വരെ 6 ആണ്. അതിൽ നിന്ന് ഈ ദൂരം കുറച്ചാൽ R2 കിട്ടും. R2 = R മൈനസ് OD എന്ന് കിട്ടും. നമുക്കറിയാം ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ത്രികോണം കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ AOE എന്ന ട്രയാങ്കിൾ എടുത്താൽ അതിൽ 90 നമുക്ക് കോസ് തീറ്റ കാണും. കോസ് തീറ്റ = OE ബൈ അഡ്ജസൻറ്റ് സൈഡ് സമീപവശം ബൈ ഹൈപ്പോട്ടന്യൂസ് കർണം OA = OE ബൈ A. OE = A കോസ് തീറ്റ എന്ന് ലഭിക്കും. OE = A കോസ് തീറ്റ. അതേപോലെ അടുത്ത ഒരു ത്രികോണം നമ്മൾ കരുതിയാൽ OBD, ട്രയാങ്കിൾ OBD എടുക്കുന്നു. അതിൽ കോസ് തീറ്റ എടുത്താൽ കോസ് തീറ്റ = സമീപവശം OD ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതാണ് 90 വരുന്നത്. ഇതിന് ഓപ്പോസിറ്റ് ഉള്ളത് OB. അപ്പം OB എന്ന് വെച്ചാൽ A ആണ്, സമം OD ബൈ A. OD = A കോസ് തീറ്റ. അപ്പോൾ ആദ്യത്തെ ത്രികോണം എടുത്തു, അതിൽ നിന്ന് കോസ് തീറ്റ എടുത്തു. അടുത്ത വശം OE ബൈ OA. OA എന്ന് വെച്ചാൽ A ആണ്. അപ്പോൾ OE എന്ന് വെച്ചാൽ A ഇൻറ്റു കോസ് തീറ്റ. OE = A കോസ് തീറ്റ. അപ്പോൾ എന്താണ്? ഈ സൈഡ് A കോസ് തീറ്റ എന്ന് വന്നു. അടുത്ത ത്രികോണം എടുക്കുമ്പോൾ ഈ സൈഡ് എന്ത് തന്നെ വന്നു? A കോസ് തീറ്റ. OD = A കോസ് തീറ്റ. അപ്പം ഈ സൈഡ് ഇത്രയും, ഈ ത്രികോണത്തിൽ നിന്ന് ഇത്രയും സൈഡ് A കോസ് തീറ്റ എന്നും ഈ ത്രികോണത്തിൽ നിന്ന് ഈ ദൂരം എന്ന് പറയുന്നത് A കോസ് തീറ്റയാണെന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഇനി നമുക്ക് ഈ ഡൈപോൾ കാരണമുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലിലേക്ക്, അതിൻ്റെ ഇക്വേഷനിലേക്ക് നമുക്ക് പോകാം. അപ്പം ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം. R1 = R പ്ലസ് A കോസ് തീറ്റ എന്നും R2 = R മൈനസ് OD R മൈനസ് A കോസ് തീറ്റ എന്നും ലഭിച്ചു. R1 = R പ്ലസ് A കോസ് തീറ്റ. R2 = R മൈനസ് A കോസ് തീറ്റ. ഇനി പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ അറ്റ് C, ആദ്യം ഈ ചാർജ് കാരണം -Q അറ്റ് A. പൊട്ടൻഷ്യൽ അറ്റ് C ഡ്യൂ ടു -Q അറ്റ് A. V = 1/4πε0 -Q ബൈ -Q ആണ്, ഇത് ഡിസ്റ്റൻസ് R1 = -1/4πε0 Q ബൈ R1ൻ്റെ വില
ആർ പ്ലസ് എ കോസ് തീറ്റ. അടുത്തത് ഏതാണ്? ബിയിൽ ഒരു പ്ലസ് ക്യൂ ഉണ്ട്, അത് കാരണം സിയിലത്. പൊട്ടൻഷ്യൽ അറ്റ് സി ഡ്യൂ ടു പ്ലസ് ക്യൂ അറ്റ് ബി. പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു 1/4 pi epsilon 0 പ്ലസ് ക്യൂ ബൈ ആർ ടു സമം 1/4 pi epsilon 0 ക്യൂ ബൈ ആർ മൈനസ് എ കോസ് തീറ്റ. ഇനി നമ്മൾ എന്താണ് കാണേണ്ടത്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. അപ്പോൾ പൊട്ടൻഷ്യൽ അടുത്തതായി പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ ഡൈപോൾ എ ബി. നമ്മൾ പറഞ്ഞു എ ബി അറ്റ് സി. ഈ രണ്ട് ചാർജും കാരണം ഈ സിയിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? അതിനെന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു ആ ഒരു ബിന്ദുവിൽ രണ്ട് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തെടുത്താൽ മതി? ഓൾജിബ്രിക് സം എടുക്കുക. ഇത് തമ്മിൽ എന്ത് എടുക്കുക? കൂട്ടിയാൽ മതി. അപ്പം നമുക്ക് നോക്കാം. വി ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? 1 ആദ്യം നമുക്ക് പോസിറ്റീവ് എഴുതാം. രണ്ടാമത് പ്ലസ് നെഗറ്റീവ്. 1/4 pi epsilon 0 ക്യൂ ബൈ ആർ മൈനസ് എ കോസ് തീറ്റ. അല്ലെങ്കിലും ഇതാണ് വരുന്നത് ആർ മൈനസ് എ കോസ് തീറ്റ. താഴെ എന്ത് ചെയ്യുന്നു? ആർ മൈനസ് എ കോസ് തീറ്റ. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അടുത്ത ഇത് നമ്മൾ കുറയ്ക്കുകയാണ്. 1/4 pi epsilon 0 ക്യൂ ബൈ ആർ പ്ലസ് എ കോസ് തീറ്റ. അപ്പം താഴെ ആർ പ്ലസ് എ കോസ് തീറ്റ വലിയ അക്കമാണ് വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആകെ വില എന്തായിരിക്കും? ചെറുതായിരിക്കും. അപ്പം നമുക്ക് നോക്കാം, ഇത് തമ്മിൽ കൂട്ടാം. വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4 pi epsilon 0 നമുക്കിങ്ങനെ കോമൺ എടുക്കാം. അത് കഴിഞ്ഞിട്ട് 1/r മൈനസ് എ കോസ് തീറ്റ ബൈ 1+r പ്ലസ് എ കോസ് തീറ്റ സമം ക്യൂ ബൈ 4 pi epsilon 0 ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ആർ പ്ലസ് എ കോസ് തീറ്റ ഇൻറ്റു ആർ മൈനസ് എ കോസ് തീറ്റ, ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അതിൽ ഓൺ ഇത് ഈ സൈഡ് വരും, ഇത് ആ സൈഡ്. ആർ പ്ലസ് എ കോസ് തീറ്റ മൈനസ് ഓഫ് ആർ മൈനസ് എ കോസ് തീറ്റ is equal to q by 4 pi epsilon 0 into r square minus a square cos square theta. ഇത് നോക്കാം, ആർ പ്ലസ് എ കോസ് തീറ്റ മൈനസ് ആർ, ഈ മൈനസ് ഉള്ളിലേക്ക് കിടക്കുമ്പോഴാണ് മൈനസ് ആർ, മൈനസിൻ്റെ മൈനസ് പ്ലസ്. ഇപ്പോൾ എന്ത് വരും? ആർ മൈനസ് ആർ, ആർ അങ്ങ് പോകും. പകരം മുകളിൽ എന്തേ ഉള്ളൂ? എ കോസ് തീറ്റ മൈനസിൻ്റെ മൈനസ് പ്ലസ് എ കോസ് തീറ്റ, 2a കോസ് തീറ്റ. വി സമം ക്യൂ ബൈ 4 pi epsilon 0 ഇൻറ്റു 2a കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകൂടി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുത്താൽ മതി. വി സമം ഞാൻ നേരത്തെ കിട്ടിയ അതേ രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. 1/4 pi epsilon 0 ഇൻറ്റു, നോക്കിയേ, മുകളിൽ ക്യൂ ഉണ്ട് ഇൻറ്റു 2a കോസ് തീറ്റ. ക്യൂ ഇൻറ്റു 2a എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞു ക്യൂ ഇൻറ്റു 2a പി ആണ്, ഡൈപോൾ മൊമെൻ്റ് ആണ്. അതുകൊണ്ട് എന്ത് കൊടുക്കുക? അതിന് പി കോസ് തീറ്റ എന്ന് കൊടുക്കാം. പി കോസ് തീറ്റ
ഡിവൈഡഡ് ബൈ എന്താണ് നോക്കിയേ, ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. എന്ന് വെച്ചാൽ തന്നെ എന്താണ്, വളരെ ചെറുതാണ്. അതിനെ സ്ക്വയർ ചെയ്താലോ, ഇപ്പം നമ്മൾ 0.5 ഒന്നിനേക്കാൾ ചെറിയൊരു സംഖ്യയാണ്, അതിനെ സ്ക്വയർ ചെയ്താൽ എന്താ വരുന്നത്, 0.25. അതുപോലെ 0.25 സ്ക്വയർ ചെയ്താലോ 0.625. അങ്ങനെ വില കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം, 2a എന്ന് പറയുന്നത് തന്നെ വളരെ ചെറുതാണ്. അതുകൊണ്ട് ഈ എ സ്ക്വയർ വരുന്ന പദം എന്ത് ചെയ്യാം, നിഗ്ലക്റ്റ് ചെയ്യാം. എ സ്ക്വയർ ക്യാൻ ബി നിഗ്ലക്റ്റഡ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഏത് ഭാഗത്തെയും പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി, അടുത്തുള്ള ഏത് പോയിന്റിലെയും പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടിയുള്ള പൊതു ഇക്വേഷനാണ് V is equal to 1/4πε0 P cos theta by R square. P cos theta by R square. ഇത് ഇക്വേഷനാണ്. അപ്പം നമ്മുടെ ഈ ജനറൽ ഇക്വേഷനിൽ നമ്മൾ കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ കിട്ടും. അതേപോലെ തന്നെ ഇക്വിറ്റോറിയൽ ലൈനിലെ ഒരു ബിന്ദുവിലെ ഡൈപോളിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ കിട്ടും. ഒന്നാമത്തത് ആക്സിയൽ ലൈൻ നമ്മൾ എടുക്കുകയാണ്, പൊട്ടൻഷ്യൽ ഓൺ ആക്സിയൽ ലൈൻ. ഇത് തന്നെ 2 കണ്ടീഷൻ എടുക്കാം. പോസിറ്റീവ് ചാർജിൻ്റെ ഈ സൈഡെന്നും നെഗറ്റീവ് ചാർജിൻ്റെ സൈഡെന്നും. കാരണം ഈ ബിന്ദു ഇവിടെ വരാം, ഈ ബിന്ദു ഇവിടെ വരാം. അപ്പം തീറ്റയുടെ വിലയിൽ എന്തുണ്ടാകും, വ്യത്യാസം ഉണ്ടാകും. ഈ ആക്സിയൽ ലൈനിലാണ് വരുന്നതെങ്കിൽ ഈ ബിന്ദു ആക്സിയൽ ലൈന് വരിക എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വില എത്രയാണ്, തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണ്. ഇത് നെഗറ്റീവ് ചാർജിൻ്റെ സൈഡിൽ ഇപ്പുറത്താണ് ആ സി വരുന്നതെങ്കിൽ തീറ്റയുടെ വില എന്താവും, തീറ്റ ഇത്ര 180 ഡിഗ്രി ആകും. രണ്ടിടത്തും 2 ഇക്വേഷനാണ്, ചെറിയൊരു വ്യത്യാസം വരും ഈ കോസ് തീറ്റ ഉള്ളത് കൊണ്ടാണ്. ആദ്യത്തെ കേസിൽ V is equal to 1/4πε0 P cos 0 1 ആണ്. അപ്പോൾ P/R² എന്ന് വരും. രണ്ടാമത്തെ കേസിൽ V is equal to 1/4πε0 P into cos 180 cos 180 -1 ആണ്. അപ്പോൾ എന്ത് വരും, മൈനസ് വരും അവിടെ ഒരു ഇക്വേഷനിൽ. -1/4πε0 എന്ത് വരും, P/R² എന്ന് വരും. V is equal to -1/4πε0 P/R². ഇനി ഇത് ഇക്വിറ്റോറിയൽ ലൈനിലാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇക്വിറ്റോറിയൽ ഇങ്ങനൊരു ലൈനിലാണ്, ഈ തീറ്റയുടെ വില എത്ര ആകും, പൊട്ടൻഷ്യൽ ഓൺ ഇക്വിറ്റോറിയൽ ലൈൻ തീറ്റയുടെ വില എത്രയാണ്, 90 ഡിഗ്രി. കോസ് 90 എത്രയാണ്, 0. കോസ് 90 is equal to 0. Potential is equal to 0 on the equatorial line of a ഒരു കാര്യം കൂടെ മാത്രമേ ഉള്ളൂ. നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ച പൊട്ടൻഷ്യലിൻ്റെ ജനറൽ ഇക്വേഷൻ 1/4πε0 P cos theta, ഡൈപോളിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ജനറൽ ഇക്വേഷൻ 1/4πε0 P cos theta by R². അതിനെ നമുക്ക് വെക്ടർ ഫോമിൽ എഴുതാം. എങ്ങനെയാണ്, വെക്ടർ P ഡോട്ട് R ക്യാപ് ബൈ R². ഇങ്ങനെ വെക്ടർ ഫോമിൽ എഴുതാം. ഈ R ക്യാപ് എന്ന് പറയുന്നത് OC എന്ന ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ്. OC എന്ന ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ ആണ്.